എല്ലാവർക്കും ഷീബാസ് രുചിയിടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കർക്കിടകത്തിൽ തീർച്ചയായിട്ടും കഴിച്ചിരിക്കേണ്ട ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. ചേനത്തണ്ട് വെച്ചുള്ള ഒരു നല്ല തോരനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചെറുപയറും കൂടി ചേർത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചേനത്തണ്ടും ചെറുപയറും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം. ഇന്ന് നമുക്ക് വളരെ ഗുണപ്രദമായ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ കഴിക്കേണ്ടുന്ന ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. ചേനത്തണ്ട് കൊണ്ടുള്ള നല്ലൊരു തോരനാണ്. ചേനത്തണ്ടും ചെറുപയറും കൂടി ഇട്ടിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ ചില ചേനയുടെയൊക്കെ ചുവട്ടിൽ നിന്നും 2 തണ്ട് ഇങ്ങനെ വരും. അപ്പൊ അതിലെ ഒരു തണ്ടാണ് മുറിച്ചിട്ട് നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഒറ്റ തണ്ട് മാത്രം ഉള്ളതിന്റെ തണ്ട് പറിച്ചു കഴിഞ്ഞാൽ പിന്നെ ചേന വളരില്ല. അപ്പൊ അങ്ങനെ ചെയ്യരുത്. 2 എണ്ണം ഉള്ളതിന്റെ ഒരെണ്ണം കളയേണ്ടതാണ്. അതെടുത്ത് നമുക്ക് നല്ലൊരു തോരൻ ഉണ്ടാക്കാം. ഇതിപ്പോ വളരെ ചെറുതാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് അത് വെച്ചൊരു തോരൻ ഉണ്ടാക്കാം. 2 എണ്ണത്തിന്റെ ഞാൻ പറിച്ചിട്ടുണ്ട് ഇതുപോലെ. ഇനി അതിൻ്റെ ഇലയൊക്കെ നീക്കിയിട്ട് തണ്ട് മാത്രം എടുത്താണ് നമ്മൾ വെക്കുന്നത്. ഇല മാത്രമായിട്ട് തോരൻ വെക്കാൻ പറ്റും. ഇനി തണ്ടിൻ്റെ തൊലിയെല്ലാം നമ്മളൊന്ന് കളഞ്ഞെടുക്കണം. അതിൻ്റെ ആ പുറമേയുള്ള തൊലിയൊന്ന് ഇതുപോലെ ചെത്തിയെടുക്കണം. ഒരു വഴുവഴുപ്പുണ്ടാകും, അതൊക്കെ കളഞ്ഞിട്ട് നല്ല ആ ഗ്രീൻ കളർ ഫുള്ളും കളഞ്ഞെടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ചൊറിയാനുള്ള ചാൻസ് ഉണ്ടാകും. അതിൻ്റെ തൊലി നല്ലവണ്ണം ചെത്തിയതിന് ശേഷം നല്ലവണ്ണം വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. അപ്പം ഞാൻ എല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുറച്ച് നേരം ഒന്ന് ഉപ്പ് തടകി വയ്ക്കാം. ഒരു 10 മിനിറ്റൊക്കെ കുറച്ച് ഉപ്പൊന്ന് പുരട്ടിയതിന് ശേഷം ഒന്ന് വയ്ക്കുക. അപ്പം അതിൽ നിന്നും അതിൻ്റെ നീരൊക്കെ ഒന്ന് ഇറങ്ങി വരും. എന്നിട്ട് അതൊന്ന് പിഴിഞ്ഞ് കളയണം. പിന്നെ കഴുകേണ്ട കാര്യമില്ല, നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പം അങ്ങനെ എടുത്തിട്ടുള്ളതാണിത്. ഇനി നമ്മൾ അതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ, ചെറിയ ഉള്ളി 4-5 എണ്ണം, കാന്താരിമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്, പച്ചമുളകാണെങ്കിലും എടുക്കാം, ജീരകം, കറിവേപ്പില, വെളുത്തുള്ളി വേണ്ടവർക്ക് അത് എടുക്കാവുന്നതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. പിന്നെ കുറച്ച് ചെറുപയറൊന്ന് വേവിച്ച് വെക്കണം. എപ്പോഴും ചേനത്തണ്ടിനേക്കാളും കുറച്ച് ചെറുപയർ ഇടുന്നതാണ് നല്ലത്. ചെറുപയർ കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ചേനത്തണ്ട് നമ്മൾ അരിഞ്ഞെടുത്ത് ഉപ്പിലൊക്കെ ഇട്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ വളരെ കുറച്ചേ കാണുള്ളൂ. അപ്പോൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ കുറച്ചധികം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പക്ഷെ ഇതുപോലെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ചേനത്തണ്ടിനകത്തേക്ക് നമുക്ക് ഒന്ന് ചതച്ചെടുത്ത തേങ്ങയുടെ അരപ്പ് ചേർക്കാം. നല്ലോണം അരയ്ക്കണ്ട, ചതച്ചെടുത്താൽ മതി. ഈ ചേനത്തണ്ടിലേക്ക് നമുക്ക് അരപ്പൊന്ന് നല്ലോണം പുരട്ടിയെടുക്കാം. ഇനി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിടാം. കടുക് പൊട്ടുമ്പോൾ കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കണം. ഇനി അതിനകത്തേക്ക് നമുക്ക് അരപ്പെല്ലാം തിരുമ്മി വെച്ചിരിക്കുന്ന ആ ഒരു ചേനത്തണ്ട് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇതൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം. ചെറുപയർ ഒരുപാട് വെന്തുടയാൻ പാടില്ല. ഒന്ന് കടിക്കുന്ന രീതിയിൽ തന്നെ ഇരിക്കുകയാണ് നല്ലത്. വെന്തുടഞ്ഞു പോയാൽ ഇതുമായിട്ട് കുഴഞ്ഞിട്ട് തോരനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ സെപ്പറേറ്റ് ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ തോരൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ചെറുപയറും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചേനത്തണ്ടും ചെറുപയറും തോരൻ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കർക്കിടകത്തിൽ തീർച്ചയായിട്ടും നമ്മൾ കഴിക്കേണ്ട ഒരു തോരനാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനും കൂടിയാണ്. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.